ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശ റെസിപ്പി ആയിട്ടാണ്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പാൽപ്പൊടി ദോശ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് 2 ഗ്ലാസ് റവ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വറുക്കാത്ത റവയാണ്. നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് റവയാണുള്ളതെങ്കിൽ അത് എടുക്കാം. ഞാനിതാ ഈ ഒരു ഗ്ലാസ്സിലാണ് 2 ഗ്ലാസ് റവ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. ഇപ്പോൾ ഇതാ നല്ല സ്മൂത്തായിട്ട് തന്നെ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓവർ ലൂസായി പോവുകയും ചെയ്യരുത്, എന്നാൽ ഓവർ ടൈറ്റും ആവരുത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഒരു 1 അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു പാൽപ്പൊടി ദോശ നിങ്ങൾ ഇതുവരെയും കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ്. ഇപ്പോഴത്തെ 1 അവറിന് ശേഷം മാവ് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് കട്ടിയായിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതിനായിട്ട് തവ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു തവി മാവ് ഒഴിച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. ദോശ ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒരു 1-2 മിനിറ്റ് മാത്രം മതി, അതിനുള്ളിൽ തന്നെ ഇത് കുക്കായി കിട്ടും. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ദോശ എന്തായെന്ന് തുറന്ന് നോക്കാം. ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തവയിൽ നിന്ന് എടുത്ത് മാറ്റാം. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, കണ്ടോ. പാൽപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഈ ഒരു ദോശയ്ക്ക്. ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ പാൽപ്പൊടി ദോശയും ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെയുള്ള വെറൈറ്റി ആൻഡ് ടേസ്റ്റി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ദോശ റെസിപ്പികൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാവരും ഒന്ന് കാണണേ. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പാൽപ്പൊടി ദോശയും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് തവയിൽ നിന്ന് എടുത്തു മാറ്റാം. നിങ്ങൾക്ക് ഈ ദോശ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എത്രത്തോളം പെർഫെക്റ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. നിങ്ങൾക്ക് ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള പാൽപ്പൊടി ദോശ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഇനി എത്ര സമയം ഇരുന്നാലും ഹാർഡായി പോവാതെ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരു ദോശ കൂടിയാണിത്. തേങ്ങാപ്പാലിൽ പഞ്ചസാര മിക്സ് ചെയ്തിട്ട് ഈ ഒരു ദോശയ്ക്കൊപ്പം കഴിക്കണം, അത് ബെസ്റ്റ് കോമ്പിനേഷനാണ്. പിന്നെ കോക്കനട്ട് ചട്നി, അതുപോലെ തന്നെ സാമ്പാർ, ഏതൊരു കറിക്കൊപ്പവും കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പാൽപ്പൊടി ദോശ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.